കയ്യിൽ മീറ്ററും ഫാനൊക്കെ കൈ വെച്ചിരിക്കുന്ന സംഭവം. സന്തോഷേട്ടാ, ഇതില് തെർമോസാറ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി എങ്ങനെയാക്കണെന്നുള്ളത് എന്താണ് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പരിപാടി അല്ലേ? നമ്മളെ ഒരു വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലും, ഒരു വർഷത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് അവർക്ക് എങ്ങനെയാണ് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ തെർമോസാറ്റ് നമ്മളിപ്പോ ചൂട് സെറ്റ് ചെയ്ത് കൊറിയർ അയച്ചു കൊടുക്കും ഇല്ലേ? അപ്പൊ ഇത് ഫിറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോ അവര് ഈ 4 വയറ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതില് എന്താണ് ഒന്നഴിക്കുക, അതുപോലെ കറക്റ്റ് ഈ സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ അഴിക്കുക, രണ്ടാമത്തെ ഇടുക, മൂന്നാമത്തെ അഴിക്കുക, മൂന്നാമത്തെ ഇടുക, നാലാമത്തെ അഴിക്കുക, നാലാമത്തെ ഇടുക. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ചഴിച്ച് അത് ഇടാൻ ഓരോന്നോരോന്ന് അഴിച്ചിടുക. പറയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. സെൻസറിന്റെ വയർ സെൻസറിന്റെ വയറിതാ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. നല്ലതാണെങ്കിൽ അത് ഇട്ട് അല്ലെങ്കിൽ മോശം ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ ഇട്ട് കൊടുക്ക് ഫിറ്റ് ചെയ്തു. ഇത്രയുള്ള പണി അല്ലേ? അപ്പൊ നമ്മള് ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു വർഷത്തിലുള്ള നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, വാറന്റി ഉണ്ട് അല്ലേ? വർഷം കണ്ട് ചെറിയൊരു എമൗണ്ട് വരും, മീറ്ററിന്റെ പൈസ മാത്രമേ ആവുള്ളൂ. അപ്പൊ മീറ്റർ നമുക്ക് കൊറിയർ അയച്ചു കൊടുത്താൽ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട കാര്യം. ഈ ഫാൻ കംപ്ലൈന്റ് ഫിറ്റ് ചെയ്യുന്നത് നോക്കി. ഫാന് കംപ്ലൈന്റ് ആയ സ്റ്റിക്കർ ഭാഗം കറക്റ്റായി മേലേക്ക് നിൽക്കണം. ഈ 2 സ്ക്രൂ സ്ക്രൂ മാത്രം അയച്ചാൽ മതി. സ്ക്രൂ മാത്രം അഴിച്ചിട്ട് ഈ ക്ലാമ്പ് എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തിട്ട് ക്രോസ് ഒന്നുവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്യുക. വയറിന്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്ത് ഒന്ന് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് അപ്പുറത്തും സ്റ്റിക്കർ ഭാഗം ഇങ്ങനെ വരണം അല്ലേ? എന്നിട്ട് നമ്മൾ കാര്യം ചെയ്യണം. ഈ ബാക്കത്തെ ഈ വയറ് ഫ്രണ്ടിലൊന്നും ചെയ്യണ്ട, ഇത് ഉള്ളിൽ ഈ വയർ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ചോപ്പിക്കും ഇതിന്റെ തലപ്പ് വശം കട്ട് ചെയ്യണ്ട. എന്നിട്ട് വലിക്കുക. അപ്പൊ ഇത് വയർ വരും. അപ്പൊ ചോപ്പും കറുപ്പ് വയറുണ്ട്. ചോപ്പിക്കും കൊടുക്കുക, കറുപ്പ് കറുപ്പിക്കും കൊടുക്കുക. അപ്പൊ നെറ്റിയും പോസിറ്റീവും കൊടുത്ത കട്ടായി. ടാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം കഴിഞ്ഞു അല്ലേ? അപ്പൊ സർവീസിന്റെ കാര്യത്തിലേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ വേറെ അതിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റൂൾ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക അല്ലേ? തെർമോസാറ്റ് ഒക്കെ കംപ്ലൈന്റ് നമ്മൾ സ്റ്റൂൾ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? ഇതേപോലെ വേറെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇത്രയും ഉത്തരവാദിത്തോടെ ആരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ സർവീസും നമ്മുടെ അവർക്ക് കസ്റ്റമർ കൊടുക്കുന്ന സപ്പോർട്ടും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.